ഞങ്ങൾക്കറിയില്ല കാർത്തികേ. പാലയോട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല. നടന്നിട്ടില്ല എന്നതിന് തെളിവായി CCTV ഫൂട്ടേജ് ഉണ്ട്. ഇനി നിനക്ക് എന്ത് പറയാനുണ്ട്? കല്യാണം നടന്നതാണോ അല്ലയോ? ഈശ്വര, ഇനി ഒരു കെണിയിൽ വന്ന് പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞിറങ്ങില്ലായിരുന്നല്ലോ. സത്യാമ്മ ഇല്ലല്ലോ ഇപ്പൊ രക്ഷയ്ക്ക്. പൊതിഞ്ഞു പിടിക്കാൻ സത്യാമ്മയൊന്നും വരാൻ പോകുന്നില്ല കാർത്തികേ. ഇവിടെ നീ മറുപടി പറഞ്ഞേ പറ്റൂ. പറയേ, നിങ്ങളുടെ വിവാഹം നടന്നതാണോ? നടന്നതാ ശാലിനി. പാലയോട് ക്ഷേത്രത്തിൽ വെച്ചല്ലെന്നേ ഉള്ളൂ. എങ്കിൽ ക്ഷേത്രത്തിന്റെ പേര് പറയ്. പേര് ഞാൻ മറന്നുപോയി. ശരി, സ്ഥലം അല്ലെങ്കിൽ സിറ്റിയുടെ ഏത് ഭാഗത്തുള്ള ക്ഷേത്രമാണെന്ന് പറയും. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അതും ഞാൻ മറന്നു. കളിക്കല്ലേ കാർത്തികേ, എന്റെ കുഞ്ഞിച്ചി ആരാന്നറിയില്ല നിനക്ക്. കാർത്തികേ, ഒരു ജില്ലാ കളക്ടറുടെ പദവിയും അധികാരവും ഉപയോഗിച്ചൊന്നും അല്ല ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരു സാധാരണ മനുഷ്യ സ്ത്രീ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കാർത്തികയോട് സംസാരിക്കുന്നത്. സത്യം പറയണം. കാർത്തിക ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. അതിശ്രീയുടെ പേര് പറഞ്ഞ തീർന്നു. അവൾ എന്നെ പെടുത്തു. സത്യം പറയാൻ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ശാലിനി. ശരി, വിഷ്ണുവേട്ടനെ എങ്ങനെയാ പരിചയം? അത് പറയേ. വിഷ്ണുവേട്ടന്റെ പരിചയക്കാരെയൊക്കെ എനിക്കറിയാം. നിന്നെപ്പറ്റി പറഞ്ഞു പോലും കേട്ടിട്ടില്ലല്ലോ. അത് ശാലിനി നാട് വിട്ടു പോയതിനു ശേഷമാ ഞങ്ങള് പരിചയപ്പെടുന്നതും അടുപ്പത്തിലാവുന്നതും ഒക്കെ. കാർത്തികേ, ഞാൻ വീണ്ടും പറയാ, നിനക്കിനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനി എന്ത് പ്രശ്നം തന്നെ ആയാലും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പരിഹരിച്ചു തരും ഞാൻ. നീ സഹകരിക്ക. സത്യം പറയ. എവിടെയാ നിന്റെ വീട്? ആരാ നിന്റെ അച്ഛനമ്മമാർ? എനിക്ക് അച്ഛനമ്മമാരൊന്നുമില്ല. ഒരു അനാഥാശ്രമത്തിലാ ഞാൻ വളർന്നത്. എവിടെയുള്ള അനാഥാശ്രമം? അതിന് പേരില്ലേ? നിങ്ങളെന്താ ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെ? ഞാനെന്താ ആരെങ്കിലും കൊന്നോ? കൊള്ളയടിച്ചോ? മോഷണം നടത്തിയോ? കാർത്തികേ, ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത് വിഷ്ണുവേട്ടന്റെ ഭാര്യ. ഇനി നിന്നോട് സംസാരിക്കാൻ പോകുന്നത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പോലും ആയിരിക്കില്ല.